ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ആദ്യത്തെ പാഠമായ ഹരിതഭൂമി എന്നതാണ്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇത്. ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പലതരം സസ്യങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പാർട്ട് 2ലും പഠിക്കുന്നത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ പാഠത്തിലേക്ക് വരുമ്പം നമ്മളിപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്താണത്? ഒരു കൊച്ച് ഒരു പരീക്ഷണം ചെയ്യുന്ന ചിത്രമാണ് അതുള്ളത്. അപ്പോൾ എന്താണത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? അപ്പോൾ സസ്യത്തിന് വിവിധ ഭാഗങ്ങളുണ്ട് അല്ലേ? ആ ഭാഗങ്ങൾക്കൊക്കെ അതിൻ്റേതായ പ്രാധാന്യമില്ലെന്നാണ് ചോദിച്ചത്. അപ്പം എന്താണ് ഇവിടെ? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. 1ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. 2ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക. 3ാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ടുകൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഇതൊരു ചെറിയ പരീക്ഷണമാണല്ലേ. 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അപ്പം 3 എന്താണ് ഒരേ വലുപ്പത്തിൽ തണ്ടൊന്നും പൊട്ടിപ്പോകാത്ത മഷിത്തണ്ടുകൾ എടുക്കുക. എന്നിട്ട് അതെങ്ങനെയാണ് ടെസ്റ്റ് ട്യൂബിൽ വെക്കേണ്ടത്? ഒന്നിൽ വെള്ളമില്ലാതെ ഉള്ള ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൽ വെക്കുക. ഒന്നിൽ സാധാ വെള്ളം നിറച്ചിട്ടുള്ളത് വെക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഒക്കെ അളവ് ഒരേപോലെ ആയിരിക്കണം രേഖപ്പെടുത്തണം. ഒന്നിൽ ചുവപ്പ് മഷി നിറച്ച് വെള്ളത്തിലും ഈ തണ്ട് വെക്കുക. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ നമ്മളിപ്പം ചെയ്ത എന്താണ് ടെസ്റ്റ് ട്യൂബുകളൊക്കെ 3 ടെസ്റ്റ് ട്യൂബ് എടുത്ത് അപ്പോൾ 2 വെള്ളം നിറച്ച് അപ്പോൾ അതിൽ മഷിത്തണ്ട് വെച്ചു. അപ്പം അതിൽ ആ ചെടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കും? 2ാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയതെങ്ങനെ? ഇതിൻ്റെ വേരിൻ്റെ പങ്കെന്ത്? കണ്ടെത്തലുകൾ നിരീക്ഷണക്കുറിപ്പായി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ ചേർക്കൂ. അതിൻ്റെ ചിത്രവും വരയ്ക്കണം. അപ്പം നിങ്ങൾ മക്കൾ എന്താ ഈ പരീക്ഷണം സാധാരണ ചെറിയ പരീക്ഷണമാണ്. അപ്പോൾ ഇതൊന്ന് മക്കളൊന്ന് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക കേട്ടോ. എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ നിരീക്ഷണക്കുറിപ്പിൽ എഴുതി നോക്കാം. സ്വന്തമായിട്ട് എഴുതി നോക്കാം. നമുക്ക് താഴോട്ടത് എഴുതാം. മക്കൾ ഒന്ന് സ്വന്തമായിട്ട് അതൊന്ന് പരീക്ഷിച്ചിട്ട് കണ്ടെത്തണം. അപ്പോൾ നിരീക്ഷണക്കുറിപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? 3 ടെസ്റ്റ് ട്യൂബുകളിലെയും ചെടികൾക്കും 2 ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും മാറ്റം ഉള്ളതായി കാണാം. അത് കാണാൻ പറ്റും. നമുക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞില്ലേ? ചെയ്ത് നോക്കണേ, എന്നാലും അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. 1ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് വെള്ളം നിറച്ച് സാധാരണ വെള്ളം നിറച്ചത്. 1ാമത്തെ ടെസ്റ്റ് ട്യൂബ് എങ്ങനെയാണ്? ചെടി വാടാതെ നിൽക്കുന്നു. വെള്ളത്തിൻ്റെ അളവ് അല്പം കുറയുന്നു അല്ലേ? വെള്ളം ഉള്ളത് കൊണ്ട് ചെടി വാടാതെ നിൽക്കുന്നുണ്ട്. സൂര്യപ്രകാശത്ത് വെച്ചതുകൊണ്ട് എന്താണ്? അതുമാത്രമല്ല ചെടി വെള്ളം വലിച്ചെടുക്കുമല്ലോ. ചെടി വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നുണ്ട്. പിന്നെ 2ാമത്തെ ടെസ്റ്റ് ട്യൂബ് എങ്ങനെയാണ്? ചുവപ്പ് മഷി ചേർത്ത് വെള്ളം നിറച്ചത്. അതെങ്ങനെയാണ്? ചെടി വാടാതെ നിൽക്കുന്നു. വെള്ളത്തിൻ്റെ അളവ് അല്പം കുറയുന്നു. ചെടിയുടെ തണ്ടിന് നേരിയ ചുവപ്പ് നിറം വരുന്നു അല്ലേ? അതിൻ്റെ തണ്ടിന് നേരിയ ചുവപ്പ് നിറം വരും. എന്നുവെച്ചാൽ ചുവന്ന വെള്ളമാണ് അതിൽ ഒഴിച്ചേക്കുന്നത്. പിന്നെ ചെടിയുടെ വേരുകൾ വെള്ളം വലിച്ചെടുക്കുന്നതോടൊപ്പം വെള്ളത്തിന് ചുവപ്പ് നിറം കൊടുത്ത വസ്തുവും വലിച്ചെടുക്കുന്നതാണ് ഈ നിറമാറ്റത്തിന് കാരണം. അപ്പം വെള്ളം വലിച്ചെടുക്കുന്നതോടൊപ്പം അതിലടങ്ങിയിരുന്ന ചുവന്ന വസ്തു ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂടെ വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ തണ്ടിന് ചുവപ്പ് നിറം കാണുന്നത്. പിന്നെ 3ാമത്തെ ടെസ്റ്റ് ട്യൂബ് എന്താണ്? വെള്ളമില്ലാത്തത്. അപ്പം അതിൻ്റെ എന്താണ്? ഇതിലെ ചെടി ഉണങ്ങിപ്പോവും അല്ലേ? 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഉണങ്ങിപ്പോവും. എന്താണ്? വെള്ളം ഇല്ല അതിൽ. ഒരു ചെടി നിലനിൽക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. അപ്പം ചെടിക്ക് എന്താണ് വളരുവാൻ അല്ലേ? ചെടിക്ക് നല്ല മനുഷ്യ ജീവജാലങ്ങൾക്കൊക്കെ എന്താണ് വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലേ? വളരുവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എന്താണ് ഈ വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടി എന്താണ് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് ഈ എന്താണ് പരീക്ഷണം ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. ചെടികൾ അവയ്ക്കാവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. അപ്പോൾ ഇലകളിലാണ് ചെടികൾ അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കുന്നു. അപ്പം ബാക്കി ഉണ്ടാകുന്ന ഭക്ഷണം എന്താണ് ചെയ്യുന്നത്? ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റ് ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. വരച്ച് യോജിപ്പിക്കൂ.
അപ്പോൾ ഇവിടെ കുറച്ച് ബോക്സുകൾ തന്നിട്ടുണ്ട് അല്ലേ. ചെറിയ ബോക്സുകളുണ്ട്, വലിയ ബോക്സുകളുണ്ട്. അപ്പോൾ അതിൽ എന്താണ് തന്നത്? ചെറിയ ബോക്സിൽ തണ്ട്, ഇല, വേര് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ചെടിയുടെ ഭാഗങ്ങളാണ് അല്ലേ, പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ ആ ചെടിക്ക് ആ ഭാഗങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പുറത്തെ ബോക്സിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വരച്ച് യോജിപ്പിക്കണം. എന്തൊക്കെയാണെന്നുള്ള ഓരോന്നിൻ്റെയും കറക്റ്റ് സ്ഥലത്ത് നമ്മൾ അത് യോജിപ്പിക്കണം. അപ്പോൾ ഒന്നിവിടെ തന്നിട്ടുണ്ട് അല്ലേ, തണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് തണ്ടിനെ കൊണ്ടുള്ള ഉപയോഗം? എന്താണ്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. അതാണ് തണ്ട് ചെയ്യുന്നത്. അതിവരിവിടെ തന്നിട്ടുണ്ട്. ബാക്കി ഇലയും വേരും എന്താണ് ചെയ്യുന്നത് നമുക്ക് യോജിപ്പിക്കണം. അടുത്ത എന്താണ്? ഇല അല്ലേ. ഇല എന്താണ് ചെയ്യുന്നത്? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. പിന്നെ വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. ഇലകളുടെ വൈവിധ്യം. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ചിട്ട് അവയുടെ ഇലകൾക്കുള്ള പ്രത്യേകതകൾ എന്താണെന്ന് കണ്ടെത്തി ഒരു പട്ടിക പൂർത്തിയാക്കണം. അപ്പോൾ ഇവിടെ ഒരു പട്ടികയുടെ മോഡൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ എഴുതണം? നമ്പർ എഴുതണം, സസ്യം ഏതാണെന്നുള്ള എഴുതണം, അതിൻ്റെ ഇലയുടെ ആകൃതി എഴുതണം, മണമുണ്ടോയെന്ന് എഴുതണം, അതിൻ്റെ നിറം എന്താണെന്നും എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് നമ്മൾ കള്ളി വരഞ്ഞ് എഴുതിയിട്ട് അത് പൂരിപ്പിക്കണം. അപ്പം ഒന്നിവിടെ തന്നിട്ടുണ്ട് അല്ലേ. അവർ എന്താണ് തന്നത്? നമ്പർ 1 എന്താണ് തന്നത്? തുമ്പയാണ് തന്നത്. സസ്യം തുമ്പയാണ്. അതിൻ്റെ ആകൃതി എന്താണ്? ഇലയുടെ ആകൃതിയാണ് നീണ്ട് കൂർത്തതാണ്. എന്നിട്ട് ഇലയുടെ ആകൃതി നീണ്ട് കൂർത്താണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, തുമ്പയുടെ ഇല എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഓണത്തിന് പൂവിടുന്ന പൂക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുമ്പ. അപ്പോൾ അതിൻ്റെ ഇല അങ്ങനെയാണ്, നീണ്ട് കൂർത്തിട്ടുള്ളതാണ്. പിന്നെ അതിന് മണം ഉണ്ട്. തുമ്പയുടെ ഇലയ്ക്ക് ചെറിയതായിട്ടൊരു മണമുണ്ട്. പിന്നെ നിറം പച്ചയില ആണല്ലേ. അതിൻ്റെ നിറം എന്താണ്? പച്ച കളറാണ്. അപ്പോൾ അടുത്തത് നമുക്ക് താഴോട്ട് വേറെ ഏതൊക്കെ ഏതാണെന്നുള്ളത് നോക്കാം. അടുത്തത് മാവ് അല്ലേ. അതിൻ്റെ ഇലയുടെ ആകൃതി എന്താണ്? നീണ്ട് കൂർത്ത് തന്നെയാണ്. പിന്നെ മണം ഉണ്ട്, മാവിൻ്റെ ഇലയ്ക്ക് മണമുണ്ട്. പിന്നെ നിറം പച്ച നിറം തന്നെയാണ്. അടുത്ത എന്താണ്? പ്ലാവ്. പ്ലാവ് എന്താണ്? ഒരു ഓവൽ ഷേപ്പാണ് അല്ലേ. ഒരു മുട്ടയുടെ ആകൃതി, മുട്ട എല്ലാവരും കണ്ടിട്ടില്ലേ, ആ ഒരു ആകൃതിയിലാണ് പ്ലാവിൻ്റെ ഇല വരുന്നത്. ഫുൾ റൗണ്ട് അല്ല, മുഴുവനായിട്ട് റൗണ്ട് അല്ല, ഒരു പ്രത്യേക ഷേപ്പുള്ള ഇലയാണ് പ്ലാവിൻ്റെ ഇല. പിന്നെ അതിന് മണമില്ല, നിറം പച്ച തന്നെയാണ്. പിന്നെ വാഴയുടെ ഇല എങ്ങനെയാണ്? വലുതും നീളം കൂടിയതുമാണ് അല്ലേ. വാഴയുടെ ഇല മറ്റെല്ലാ ഇലകളിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ള ഇലയാണ് വാഴയുടെ ഇല അല്ലേ. വലിപ്പം കൂടിയതാണ്, വലുതുമാണ്, നീളം കൂടിയതുമാണ്. പിന്നെ അതിന് മണമില്ല, വാഴയുടെ ഇലയ്ക്ക് മണമില്ല. പിന്നെ നിറം പച്ച തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെ നമുക്ക് പൂരിപ്പിക്കാം. ഈ പട്ടിക പൂർത്തിയാക്കിയപ്പോൾ മക്കൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത്? അതൊന്ന് എഴുതി നോക്ക്. ഇപ്പം നിറത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതിയിൽ, പല ചെടികളെ പറ്റി നമ്മൾ എഴുതിയിൽ, അപ്പോൾ അതിൽ നിറത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളിൽ അവർക്ക് വ്യത്യാസമുണ്ട്? ഇലകൾക്ക് ആകൃതിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. പിന്നെ ചില ഇലകൾക്ക് മണമുണ്ട്, ചിലതിന് മണമില്ല അല്ലേ. മണമുള്ള ഇലകളുണ്ട്, മണമില്ലാത്ത ഇലകളുമുണ്ട്. വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. ഇലയുടെ കട്ടിയിലും വ്യത്യാസമുണ്ട് അല്ലേ. ചിലത് നല്ല കട്ടിയാണ്, പ്ലാവിൻ്റെ ഇലയൊക്കെ നല്ല കട്ടിയാണ് അല്ലേ. പക്ഷേ പിന്നെ ഈ വാഴയിലയൊക്കെ നല്ല സോഫ്റ്റാണ് അല്ലേ. അപ്പോൾ ചില ഇലകൾ നല്ല കട്ടിയുണ്ട്, ചിലത് നല്ല മൃദുവായിരിക്കും. ഇലകൾ പേപ്പറിന് അടിയിൽ വെച്ച് ക്രയോൺ ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രം വരയ്ക്കൂ. പാറ്റേണുകൾ നിരീക്ഷിക്കൂ. അപ്പോൾ ഇത്ര ഇലകളിലൊക്കെ ഈ പറഞ്ഞ പോലെ പേപ്പറിനടിയിൽ വെച്ചിട്ട് ക്രയോൺ ഉപയോഗിച്ച് പകർത്തി നോക്കുക. അപ്പോൾ ഇലകളിലെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തി മനസ്സിലാക്കാൻ പറ്റും. ശരിക്കുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പല ഇലകൾക്കും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഇലരൂപങ്ങൾ. ഇതവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഓരോരോ ജീവികളുടെ ചിത്രങ്ങളാണത്. അതെന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഇലകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ്. അല്ലാതെ നമ്മൾ സാധാരണ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന പോലെ വരച്ചല്ല. ഇലകൾ ഉപയോഗിച്ച് ഷേപ്പൊക്കെ മാറ്റി ഓരോന്നിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കിയതാണ്. അണ്ണാനുണ്ട്, മൂങ്ങയുണ്ട്, തത്തയുണ്ട് അല്ലേ. അപ്പം വിവിധതരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്കും നിർമ്മിക്കാം. അതുപോലെ മക്കളും ചെയ്തു നോക്കണം. എന്തെങ്കിലും ചെറിയ ഇലകളൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ച് നിങ്ങൾ ഐഡിയ വെച്ച് നിങ്ങൾ ഓരോരോ ജീവികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പൂക്കളിലെ വൈവിധ്യം. ഇവിടെ ഇതാ തുമ്പയുടെ ചിത്രമുണ്ട് അല്ലേ. ഇതാണ് തുമ്പച്ചെടി. അപ്പം തുമ്പച്ചെടി എന്താണ് പറയുന്നത്? എൻ്റെ പൂക്കൾ പറിക്കരുതേ, എൻ്റെ പൂക്കൾ പറിക്കരുതേ എന്നാണ് തുമ്പ പറയുന്നത്. അപ്പം നിങ്ങൾ മക്കൾ പൂക്കൾ പറിക്കാറുണ്ടോ? ചെടികൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെടികളുടെ പൂക്കൾ പറിക്കാറുണ്ടോ? പറിക്കരുത് കേട്ടോ. പൂക്കൾ കാണാൻ നല്ല ഭംഗിയല്ലേ അല്ലേ. അപ്പോൾ പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാണ് അങ്ങനെ ചെടി പറയുന്നത്? നമുക്ക് നോക്കല്ലേ. ഈ പൂവിൽ നിന്നാണ് കായ ഉണ്ടാകുന്നതും അത് പഴുത്ത് പഴവും അതിൽ നിന്ന് വിത്തുണ്ടാകുന്നതും.
ഈ വിത്ത് മുളച്ചിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. അപ്പം മനസ്സിലായില്ലേ എന്താണ് എന്നെ പറിക്കരുതേ എന്ന് ചെടി പറയുന്നത്, പൂ പറിക്കരുന്നത് എന്നെ പറിച്ച് കളയരുതേ എന്ന് പൂ പറയുന്നത് ഇതുകൊണ്ടാണല്ലേ. പൂവിൽ നിന്നാണ് കായ ഉണ്ടാകുന്നതും അത് പഴുത്ത് വിത്തുണ്ടാകുന്നതൊക്കെ ഈ പൂവിൽ നിന്നാണ്. അപ്പം പൂ പറിക്കരുതേ ആരും കേട്ടോ. പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എഴുതി നോക്ക്. എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് ആർക്കൊക്കെ? അപ്പോൾ ഒന്ന് തേനീച്ച അല്ലേ, ഫസ്റ്റിൽ ഇവിടെ കൊടുത്തെന്താണ്? തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. പൂ കൊണ്ടുള്ളൊരു ഗുണമാണ് തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. അടുത്ത എന്താണ് എഴുതി നോക്കല്ലേ? അടുത്ത പൂമ്പാറ്റയ്ക്ക് തേൻ ലഭിക്കുന്നു. പിന്നെ എന്താ എഴുതാം? ഔഷധമായിട്ടും അലങ്കരിക്കുന്നതിനും നിറങ്ങൾ നിർമ്മിക്കുന്നതിനും അങ്ങനെ മനുഷ്യർ വിവിധതരം ആവശ്യങ്ങൾക്കായി പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കൾ ഇങ്ങനെ പലതരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പല ജീവികൾക്കും എന്താണ് പൂവിൻ്റെ തേനൊക്കെ ഭക്ഷണമാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ പൂവിനെ കൊണ്ടുണ്ട്. പൂക്കൾ പലവിധം. ഇതവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിലൊന്ന് മുല്ലപ്പൂവാണ്, 10 മണിപ്പൂവാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതൂ. മണത്തിലും നിറത്തിലും ആകൃതിയിലുമല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പം ഇതല്ലാതെ വേറെയും പൂക്കളുടെ പേരുകളൊക്കെ മക്കൾ പരിസര പഠന പുസ്തകത്തിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നത് 10 മണിപ്പൂ മുല്ലപ്പൂവാണ്. ബാക്കി ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തേത് റോസാണ്, പിന്നെ കണിക്കൊന്നയാണ്, പിന്നെ നമ്മൾ പൂരിപ്പിക്കേണ്ടത് സീനിയാണ്, പിന്നെ ചെണ്ടുമല്ലി. ഇതൊക്കെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് പൂക്കൾ. പിന്നെ പൂക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ചില പൂക്കൾ കുലകുലയായിട്ടാണ് കാണുന്നത്, എന്നാൽ ചിലത് ഒറ്റയ്ക്കാണ് പൂക്കുന്നത്. അതുപോലെ തന്നെ ഇതളുകളുടെ എണ്ണത്തിലും പൂക്കൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങളിലും പൂക്കൾ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. പൂക്കാത്ത സസ്യങ്ങളും. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. കുറച്ച് ചെടികളുടെ ചിത്രങ്ങളാണത്. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മക്കൾ ഈ സസ്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഇവ കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇവ പൂക്കുന്നവയാണോ? അല്ല, ഇവ പൂക്കുന്നവയല്ല. ഇത്തരം സസ്യങ്ങൾ പൂക്കുന്നവയല്ല. എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? അന്വേഷിച്ചറിയും. എല്ലാ ചെടികളും പൂക്കുന്നവയല്ല. അത് മക്കൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും അല്ലേ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളൊക്കെ പലതരത്തിലുണ്ട് അല്ലേ. പൂക്കൾ ഉണ്ടാവുന്ന ചെടികളുണ്ട് അല്ലെ, വെറും ഭംഗിയുള്ള ഇലകൾ മാത്രം ഉണ്ടാവുന്ന ചെടികളുണ്ട് അല്ലേ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പലതരം ചെടികൾ നോക്കിയാൽ അറിയാൻ പറ്റും. ചിലത് പൂക്കും, ചിലത് പൂക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളത് മക്കൾ കൂടുതൽ കണ്ടെത്തി അറിയണം കേട്ടോ. കൂടുതൽ അന്വേഷിച്ച് അറിയണം. സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നുമില്ല, എല്ലാ പൂക്കളും കായായി മാറുന്നുമില്ല. അപ്പം അതൊക്കെ മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഈ ചിത്രം എന്താണെന്ന് മനസ്സിലായോ? അതൊരു തരം ചെടിയാണ് അല്ലേ. ഇതൊരു ചെടിയാണ്. ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? ഇത് ജലം വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ചെടികളാണ്. അവിടെ മാത്രമല്ല, അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ചെടികളാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. ഒരുതരം കള്ളിച്ചെടിയാണ് ചിത്രത്തിൽ കാണുന്നത്. ഇത് സാധാരണയായി മരുഭൂമികളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. കാണ്ഡത്തിൽ വളരെയധികം ജലം ശേഖരിച്ച് വെക്കാനുള്ള കഴിവ് ഇത്തരം സസ്യങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കാലം മഴയില്ലാതെ ജീവിക്കാൻ ഈ സസ്യങ്ങൾക്ക് കഴിയും. ജലം നഷ്ടപ്പെടാതിരിക്കാൻ സാധാരണയായി ഈ സസ്യത്തിന് ഇലകൾ കാണപ്പെടാറില്ല. ഇവ സാധാരണയായി വളരെ കൂടുതൽ വർഷങ്ങൾ നിലനിൽക്കുന്നവയാണ്. കൂടാതെ വളരെയധികം വകഭേദങ്ങളിലും ഇവ കാണപ്പെടുന്നു. മിക്കവാറും എല്ലാ വകഭേദങ്ങളിലും ധാരാളം മുള്ളുകൾ ഇത്തരം സസ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യം. ഇതവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. ഒരു നല്ലൊരു പൂവുണ്ട് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. ഇത്തരം പൂവാണെന്ത്? നീലക്കുറിഞ്ഞി അല്ലേ. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ അത് വാടാതെ നിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. ഈ പൂവിൻ്റെ പേര് വെച്ചാണ് നീലഗിരി കുന്നുകൾക്ക് ആ പേര് വന്നത്. ഇതെന്താണ് പറയുന്നത്? ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് അല്ലേ. മരത്തിൻ്റെ മുകളിൽ കുറച്ച് ജീവികളൊക്കെ കാണാം. അതിൻ്റെ തണലിലും കുറച്ച് ജീവികളെ കാണാം. കുട്ടി മാത്രമല്ല, മറ്റ് ജീവികളൊക്കെ കാണാം. അപ്പം സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? അതാണ് ചോദിക്കുന്നത്. എന്തെല്ലാം പ്രയോജനങ്ങളാണ് സസ്യങ്ങൾ കൊണ്ട് ഉള്ളതെന്ന്. അപ്പോൾ എന്താണ്? ഒന്ന്, തണൽ നൽകുന്നു. സസ്യങ്ങൾ നമുക്ക് തണൽ നൽകുന്നുണ്ട് അല്ലേ. നല്ല ചൂടത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പം മരത്തിൻ്റെ തണൽ കാണുമ്പോൾ നമ്മൾ അവിടെ നിൽക്കാറുണ്ട് അല്ലേ. അപ്പം അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും ചൂടിനല്ലേ. അല്ലാതെ വേറെന്തൊക്കെ ഗുണങ്ങളുണ്ട് സസ്യങ്ങളെ കൊണ്ട്? പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷണം നൽകുന്നു.
വായു മലിനീകരണം തടയുന്നു. പല സസ്യങ്ങളും മരുന്നുകളായി ഉപയോഗിക്കുന്നുണ്ട്. മണ്ണൊലിപ്പ് കുറയ്ക്കാൻ സസ്യങ്ങൾ സഹായിക്കുന്നു. പകൽ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ നൽകുന്നു. ഇത് നമ്മെ ശ്വസിക്കാൻ സഹായിക്കുന്നു. എണ്ണ, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവ നൽകുന്നു. അപ്പോൾ സസ്യങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. നമ്മുടെ നിലനിൽപ്പിന് തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണെന്ത് ഈ സസ്യങ്ങൾ. അപ്പം ഈ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല അത് നന്നായി വളർത്തിക്കൊണ്ടുവന്ന് ഭൂമിയെ ഹരിതഭൂമിയാക്കി നമ്മൾ മാറ്റണം. വിലയിരുത്താം. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്ന് എഴുതുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളും എഴുതുക. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ചെടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എഴുതണം. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യമാണെന്ന് നമ്മൾ എഴുതണം. നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? തുമ്പയാണ്. തുമ്പ അല്ലേ. തുമ്പച്ചെടിയാണ് ആദ്യം തന്നിട്ടുള്ളത്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഔഷധി വിഭാഗത്തിലാണ് തുമ്പ പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട വേറെ ഏതൊക്കെ ചെടികൾ നമുക്ക് എഴുതാം? ഉദാഹരണങ്ങളായിട്ട് ചീരയുണ്ട്, നെല്ലുണ്ട്, ചോളമുണ്ട്, മല്ലിയിലയുണ്ട്, പുതിനയുണ്ട്, പുൽച്ചെടികളുണ്ട്. ഇതൊക്കെ ഔഷധി വിഭാഗത്തിൽപ്പെട്ടവയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചെറിയ സസ്യങ്ങളാണ്, തണ്ട് ചെറുതാണ്, ഏതാനും മാസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ചെറിയ വേരുകളാണ്, ആഴത്തിൽ വേരോട്ടമില്ല. ഇത്രയും കാര്യങ്ങൾ ഔഷധിയുടെ പ്രത്യേകതകളാണ്. അടുത്ത ചെടി എന്താണ്? റോസാണ് അല്ലേ. പരന്നീർ ചെടിയാണ്, റോസ് എന്നും പറയും. അപ്പോൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ടതാണ് റോസാച്ചെടി. അപ്പം ആ വിഭാഗത്തിൽപ്പെട്ട മറ്റേത് ചെടികൾ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാൻ കഴിയും? ചെമ്പരത്തിയുണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്, മുല്ലയുണ്ട്, മന്ദാരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളോ? ഇടത്തരം കട്ടിയുള്ള തണ്ടാണ്, ഏതാനും വർഷങ്ങൾ നിലനിൽക്കും, വളരെയധികം വലുതാകില്ല. ഇതും കുറ്റിച്ചെടികളുടെ പ്രത്യേകതകളാണ്. അടുത്ത ചിത്രം എന്താണ്? എന്തിൻ്റെതാണത്? തെങ്ങാണ് അല്ലേ. തെങ്ങിൻ്റെ ചിത്രമാണ് അത്. അപ്പം അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാണ്? മരങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് തെങ്ങ്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട മറ്റ് എന്തൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാം? മാവുണ്ട്, പ്ലാവുണ്ട്, ആൽമരമുണ്ട്, വേപ്പുണ്ട്, കവുങ്ങുണ്ട്. ഇതൊക്കെ മരങ്ങൾ വിഭാഗത്തിൽപ്പെട്ടവയാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട്? വലിയ മരമാണ്, കാഠിന്യമുള്ള തണ്ടാണ്, കൂടുതൽ വർഷങ്ങൾ നിലനിൽക്കും, ആഴത്തിൽ വേരുകൾ ഉണ്ട്. ഇതൊക്കെ മരങ്ങളുടെ പ്രത്യേകതകളാണ്. വിലയിരുത്താൻ വിഭാഗത്തിൽ ഇനി രണ്ടാമത്തേതാണ്. പൂക്കൾക്ക് ഉചിതമായി നിറം നൽകൂ. ഇവിടെ 3 പൂക്കൾ തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ. അപ്പം ഈ പൂക്കൾക്ക് നിങ്ങൾ നിറം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പൂക്കളെ അറിയാമല്ലേ ഇത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിറങ്ങളാണ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ നിറം എടുത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ നമുക്കതൊന്ന് തരംതിരിച്ച് പട്ടികയിലാക്കി എഴുതി നോക്കാം. അപ്പം നമുക്ക് എങ്ങനെ പട്ടികപ്പെടുത്തി എഴുതാം? ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികളും പറഞ്ഞ് എഴുതാം. പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികളിൽ നിന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഒരു പൂവ് എന്താണ് ആ ഒരു നിറത്തിൽ മാത്രമേ കാണുള്ളൂ, അങ്ങനെയുള്ളത് നമുക്ക് എഴുതണം. പിന്നെ ഒരു പൂവ് ആണ് പക്ഷേ അത് പല നിറത്തിലും ഉണ്ടാകുന്നുണ്ട്, അതും നമുക്ക് മാറ്റി എഴുതാം. അപ്പം അതെങ്ങനെയാണെന്ന് എഴുതി വെക്കാം. അപ്പോൾ അതാണ് ഒരു നിറത്തിൽ മാത്രം കാണുന്ന ചെടികൾ പൂക്കൾ ഏതൊക്കെയാണ്? സൂര്യകാന്തി, മുല്ല, തുമ്പ, കണിക്കൊന്ന. പിന്നെ മറ്റേതോ പല നിറത്തിൽ കാണുന്നവ? തെച്ചി, ചെമ്പരത്തി, റോസ്, മന്ദാരം. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി മൂന്നാമത്തെ എന്താണ്? നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്കും മറ്റ് ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്ന് എഴുതുക. അപ്പോൾ അതൊക്കെ മക്കൾ എഴുതുക. അതിൻ്റെ വലുപ്പം എത്രയാണ്, നിങ്ങൾ നട്ടു വളർത്തിയ ചെടിക്ക് വലുപ്പം എത്രയായിരുന്നു, പിന്നെ അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളതും, പിന്നെ ഈ ചെടി നമുക്കും മറ്റ് ജീവജാലങ്ങൾക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്യുന്നതൊക്കെ ഉള്ളത്, എന്തൊക്കെ പ്രകാരം പ്രയോജനപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് മക്കൾ എഴുതുക. തുടർ പ്രവർത്തനങ്ങൾ. അപ്പോൾ തുടർ പ്രവർത്തനത്തിൽ ഒന്നാമത്തത് എന്താണ് പറയുന്നത്? പരിസരത്തുള്ള ഏതെങ്കിലും 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ പറയുന്ന വിവരങ്ങൾ ചേർത്ത് ഹരിത കാർഡ് നിർമ്മിക്കുക. അപ്പോൾ മക്കൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ പറയുന്ന വിവരങ്ങൾ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒരു ഹരിത കാർഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് താഴെ തന്നിട്ടിരിക്കുന്ന വിവരങ്ങൾ?
സസ്യത്തിൻ്റെ പേര് അത് എഴുതണം. ഏത് വിഭാഗത്തിലാണ് ഈ സസ്യം പെടുന്നത് എന്നുള്ളതും എഴുതണം. പക്ഷേ നമ്മൾ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പഠിച്ചില്ലേ, 3 വിഭാഗങ്ങൾ പഠിച്ചില്ലേ അല്ലേ? ഓഷധി, കുറ്റിച്ചെടി, മരം. അപ്പോൾ അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നുള്ളത് എഴുതണം. പിന്നെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗം, ചെടിയുടെ ഏത് ഭാഗമാണ് നടുന്നത് എന്നുള്ളത് എഴുതണം. ഇലയുടെ പ്രത്യേകതകൾ, നിങ്ങൾ നടുന്ന ചെടിയുടെ ഇലകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ എഴുതണം. പൂവിൻ്റെ പ്രത്യേകതകൾ, ആ ചെടിയിലുണ്ടാകുന്ന പൂവിനുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ എഴുതിയിട്ട്, പിന്നെ കാണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ, കാണ്ഡം അല്ലേ, അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നിങ്ങളൊരു ഹരിത കാർഡ് നിർമ്മിക്കണം കേട്ടോ. പിന്നെ എന്താണുള്ളത്, രണ്ടാമത്തെ എന്താണ്, പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, റോസ് തുടങ്ങിയ ചെടികൾ കണ്ടിട്ടില്ലേ? റോസും ചെമ്പരത്തിയൊക്കെ ഒരു ഇതാണെങ്കിലും ചെമ്പരത്തി പല കളറുള്ള ചെമ്പരത്തി ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ റോസും അല്ലേ, പല നിറത്തിലുള്ള റോസാപ്പൂക്കളും ഉണ്ട്. അപ്പോൾ ഒരേ ചെടിയുടെ വ്യത്യസ്ത ഇനങ്ങളാണല്ലോ അവ. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനം ചെടികൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്തമായ നിറത്തിലുള്ള പൂക്കളാണവ അല്ലേ. അപ്പോൾ അത്തരം ചെടികൾ നിങ്ങളുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിക്കണേ മക്കളെ. ഇപ്പോൾ നമ്മുടെ ഈ ഹരിത ഭൂമി എന്ന പാഠത്തിൻ്റെ 2ാം ഭാഗവും ഇവിടെ കഴിഞ്ഞു. ഇത് എല്ലാ വർക്കുകളും നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാഠമായിട്ട് കാണാം കേട്ടോ.